ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജിൽ നിന്ന് വന്നിരിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഗാരേജിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. നമ്മൾ ആര്യ എടുത്തിട്ടുണ്ട്. ആര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത വാങ്ങിയ വണ്ടിയാണ്. അപ്പോൾ അത് ഒരു ഇടിച്ച വണ്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെയും കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ആര്യയുടെ നമുക്ക് ഗ്യാരേജിലെത്തിയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ കാലത്ത് തന്നെ നമ്മുടെ വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും 5000 കിലോമീറ്റർ തന്നെ അലൈൻമെൻറ്റ് ചെയ്യണം കേട്ടോ വണ്ടികൾക്ക്. ഞാനിപ്പോൾ ഏകദേശം ഒരു 7000 കിലോമീറ്റർ ഓടി വണ്ടി. 7000 കിലോമീറ്റർ കഴിഞ്ഞ ശേഷമാണ് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് അലൈൻമെൻറ്റ് ചെയ്തു. പക്ഷേ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അലൈൻമെൻറ്റ്. കാരണം നമ്മൾ അപ്പോൾ അത് എന്തായാലും എല്ലാ വണ്ടികളും 5000 കിലോമീറ്ററിൽ തന്നെ അലൈൻമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ നല്ലതാണ്. കാരണം നമ്മൾ 14000 രൂപ കൊടുത്തൊരു ടയർ വാങ്ങി ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 300-400 വരെ ഉള്ളൂ. അപ്പോൾ 5000 കിലോമീറ്ററിലെങ്കിലും അലൈൻമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, നല്ലതാണ്. കാരണം ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് അത്ര തേയ്മാനം വരും ടയറിന്. അതേപോലെ തന്നെ കംഫർട്ട് കുറയും, നമ്മൾ ഓടിക്കാനുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പർച്ചേസിങ്ങിനെ പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. തൃശ്ശൂർക്ക് പോകണം. പോണ വഴിക്ക് നമ്മുടെ പേപ്പറിൻ്റെ ഒരു വീട് പണിയുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കാരണം വലിയൊരു വീടാണ്. പാനലിംഗ് ഒക്കെ ചെയ്ത് POP വർക്കൊക്കെ ചെയ്തിട്ട് സെറ്റപ്പ് വീടാണ്. ജസ്റ്റ് കാണിച്ചു തരാം. വീടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാണിച്ചുള്ളൂ. ഇപ്പോൾ നേരെ തൃശ്ശൂർക്കാണ് നമ്മൾ പോണത്. പിന്നെ നേരത്തെ അലൈൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ മാതിരി അലൈൻമെൻറ്റിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി, ഇപ്പോൾ സ്കോർപ്പിയോ, ടാറ്റ സുമോ, ടാറ്റ ഗ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വണ്ടികളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ആ വണ്ടികൾക്ക് ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഈടായിട്ട് വരുന്നുണ്ട്. അതായത് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങുമ്പോൾ ചേസ് അലൈൻമെൻറ്റ് ചെയ്തിട്ടും ടയർ തേഞ്ഞ് പോണ ഒരവസ്ഥ, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ സ്കോർപ്പിയോ, സൈലോ, പിന്നെ ടാറ്റ ഗ്രാൻഡ്, മറ്റേ നമ്മുടെ സുമൊക്കെ ഉണ്ടല്ലോ, സുമോ ഗ്രാൻഡ്, അങ്ങനത്തെ വണ്ടികൾക്ക് വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടിച്ചിട്ട് ചേസിന് ബെൻഡ് വന്നിട്ട് പിന്നീട് അലൈൻമെൻറ്റ് ചെയ്താലും അത്ര ക്ലിയർ ആവാത്ത രീതിയിലാണ്. അപ്പോൾ ആ വണ്ടികൾ വാങ്ങുമ്പോൾ ചേസ് ബെൻഡുള്ള വണ്ടികളൊക്കെ നോക്കി വാങ്ങണം കേട്ടോ. കാരണം അത് ഭയങ്കര പ്രശ്നമാണ്. അത് ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ടാറ്റ ഗ്രാൻഡ് സുമോ മാത്രമല്ല കേട്ടോ, ഇന്നോവ ആയാലും ചേസ് ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം വാങ്ങുമ്പോൾ. നമ്മുടെ വണ്ടി ഇപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് ഷോക്ക് അബ്സർ, ഫ്രണ്ടിൽ 2 ഷോക്ക് അബ്സർ ചേഞ്ച് ചെയ്തു. നിങ്ങൾ ഷോക്ക് അബ്സറൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പോൾ ജെനും ഷോക്ക് അബ്സർ, ഇപ്പോൾ മാരുതിയുടെ MGP ഷോക്ക് അബ്സർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടൊയോട്ടയുടെ. അപ്പോൾ ജെനും ഷോക്ക് അബ്സർ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗബ്രിയലിൻ്റെ ഷോക്ക് അബ്സർ നല്ല ഷോക്ക് അബ്സർ കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു കമ്പനിയാണ് ഗബ്രിയൽ. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ജെനുവൻ പാർട്സിനേക്കാളും ഇത്തിരി ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു പെർഫോമൻസ് നല്ലതാണ്. നല്ലൊരു ഓവർ ആയിട്ട് നമ്മൾ ലൈഫ് നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. പെർഫോമൻസ് നല്ലൊരു സ്മൂത്ത്നെസ് ഉള്ള ഷോക്ക് അബ്സറാണ് ഗബ്രിയലിൻ്റെ ഷോക്ക് അബ്സർ. എല്ലാവർക്കും അറിയാം. മിക്ക ഇപ്പോൾ 2 വീലർമേ ആയാലും കാറുമൊക്കെ ആയാലും ഗബ്രിയലിൻ്റെ ഷോക്ക് അബ്സർ ഒരു ബ്ലൂ കളറിൽ ഉള്ള ഒരു ബോക്സ് ആണ് വരുന്നത്. നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്ത് ഫ്രണ്ട് മാറ്റിയത്. അതേപോലെ ലോവർ ആമിൻ്റെ എൻ്റെ മാറ്റി, അത് ജെനുവൻ തന്നെ, MGP ജെനുവൻ തന്നെ മാറ്റി. പിന്നെ സ്റ്റെബിലൈസർ ലിങ്ക് മാറ്റി. അപ്പോൾ ഇത് മെയിൻ്റനൻസ് നമ്മൾ കറക്റ്റ് വണ്ടികളുടെ നടത്തണമെങ്കിൽ നമ്മൾക്ക് വണ്ടി ലൈഫ് നിൽക്കുകയും ചെയ്യും. വലിയ കുഴപ്പം കാര്യങ്ങളും ഉണ്ടാവില്ല. അത് കാരണം അത് ചേഞ്ച് ചെയ്തു. ആക്സിൽ ചേഞ്ച് ചെയ്തു. ആക്സിൽ നമ്മളുടെ വണ്ടിക്ക് വെള്ളത്തിൽ കുറച്ച്, അപ്പോൾ ആ ഫ്ലഡ് ടൈമിലൊക്കെ വെള്ളത്തിൽ ഓടിച്ച കാരണം ആക്സിലിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സൈഡിലേക്ക് വളയ്ക്കുമ്പോൾ കട്ടന്ന് പറഞ്ഞ നോയ്സ് നമ്മുടെ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആക്സിൽ അത് വേറെ ഒന്നുമില്ല, ആ വെള്ളത്തിൽ വണ്ടി ഓടിച്ച കാരണം അതിൻ്റെ പൂട്ടിൻ്റെ ഉള്ളിൽ ലീക്ക് ഉണ്ടായിരുന്നു. പൂട്ട് കട്ടായാണ് കാരണം ഉള്ളിലേക്ക് വെള്ളം ഇരുന്നിട്ട് അതിൻ്റെ ബോളിനൊക്കെ തുരുമ്പ് വന്ന കാരണം ആക്സിൽ കംപ്ലൈൻ്റ് ആയി റൈറ്റ് സൈഡ്. അപ്പോൾ അത് നമ്മൾ പുതിയത് മാറ്റിയിട്ടു. ഏകദേശം അർട്ടിയുടെ ആക്സിൽ വരുന്നത് 5400 ആണ് അർട്ടിയുടെ ആക്സിൽ വരുന്നത്. അത് നമ്മൾ പുതിയത് ചേഞ്ച് ചെയ്തു. ഷോക്ക് അബ്സറിൻ്റെ റേറ്റ് വരുന്നത് അർട്ടിയുടെ 2400 ആണ്
ഫ്രണ്ട് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത്. അപ്പോൾ 2 മാറ്റിയത്. സ്റ്റഡ് മാത്രം കേട്ടോ. മൗണ്ടിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മൗണ്ടിങ്ങിൻ്റെ എക്സ്ട്രാ വരും. സ്റ്റഡ് മാത്രം 2500 വരുന്നുണ്ട്. ബാക്കിലും ചെറിയ സൗണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിൽ മാറണം. അപ്പോൾ നമ്മുടെ അടുത്തൊരു വണ്ടിയാണ് ടാറ്റ ആര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സയുടെ എഞ്ചിനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എക്സാന്ന് പറയാം, കാരണം അതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിമാണ്. ആ ഒരു ഫ്രണ്ടേജും ബാക്കേജും ശരിക്കും പറഞ്ഞാൽ ആര്യനെ എക്സയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ബമ്പറും ബോണറ്റും 2 സൈഡ് ഫെൻഡറും മാറണമെങ്കിൽ ആര്യനെ എക്സയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ടാറ്റ എക്സയുടെ എഞ്ചിനെ പറ്റി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.2 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ് വാരിക്കോർ എഞ്ചിനാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 148 bhp ആയിരിക്കും പവർ, 320 Nm ടോർക്ക്. അപ്പോൾ നമ്മൾ ഒരു പവർ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പവർ തന്നെ ഉണ്ട് ഈ വണ്ടിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇന്നോവക്കാളും പവർ ഉണ്ട്. ഇന്നോവ 2.5 ലിറ്റർ എഞ്ചിനായാൽ പോലും D40 എഞ്ചിനായാൽ പോലും അതിനേക്കാളൊരു പവർ നമ്മൾക്ക് ഈ ഒരു എക്സ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ വണ്ടി എടുത്തതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധാ ഡീക്കോർ എഞ്ചിനായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് വാരിക്കോർ എന്ന് പറഞ്ഞ എഞ്ചിനാണ് ഇപ്പോൾ വരുന്ന എക്സിക്കും വരുന്നത്, അതേപോലെ തന്നെ ഈ ഒരു ആര്യയ്ക്കും വരുന്നത്. അപ്പോൾ അത് കാരണമാണ് മെയിനായിട്ട് നമ്മൾ ഈ വണ്ടി എടുക്കാനുണ്ടായ കാരണം. പിന്നെ സ്ട്രോങ് ആണ് വണ്ടി. ടാറ്റയുടെ ബോഡി നിങ്ങൾക്ക് ഫ്രണ്ടേജ് തന്നെ കാണുമ്പോൾ അറിയാം. അതിൻ്റെ ചേസും കാര്യങ്ങളൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുന്ന വണ്ടിയാണ്. 4x4 അല്ലെങ്കിൽ പോലും പവർ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കൺവേർട്ട് ചെയ്യാനും പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലെ ക്വാർട്ടർ പാനൽ, അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബമ്പറും ബോണ്ട്, ഹെഡ്ലൈറ്റും ബമ്പറും കാര്യങ്ങളും ഫെൻഡറൊക്കെ മാറണമെങ്കിൽ നമുക്ക് എക്സയിലേക്ക് തന്നെ ഈ വണ്ടി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻറ്റീരിയർ സൈഡ് നോക്കണമെങ്കിൽ തന്നെ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ടാറ്റ ആര്യ 2015 മോഡലാണിത്. അപ്പോൾ ഗാരേജിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെറുത് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതേപോലെ ആര്യ ഇപ്പോൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തു തരാം, കാണിച്ചു തരാം. അതുപോലെ തന്നെ കോളീസിൻ്റെ സാധനങ്ങളൊക്കെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ വരുന്ന ആർച്ചുകളൊക്കെ ഉണ്ട് കോളീസിൻ്റെ. അതുപോലെ തന്നെ തന്നെ ഞാൻ കാണിച്ചു പോളിഷിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ സെറ്റിങ് കഴിഞ്ഞു, ഗ്ലാസ്സുകൾ സെറ്റിങ് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് നമ്പറും ബാക്ക് നമ്പറും മാത്രം സെറ്റിങ്ങേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾക്ക് ഇനി കാണിക്കാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുള്ളൂ. അപ്പോൾ തുടർന്നും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.